അടുത്ത വീട്ടിലേട്ടനെ അവരുടെ വീട്ടിൽ കാഴ്ചപ്പോൾ തന്നാട്ടെ ഈ ഒരു മത്തന്. ഈ വിഷു സമയത്ത് നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ മത്തൻ വിത്തിട്ടിട്ട് ആ ഒരു രീതിയിൽ മുളപ്പിച്ചെടുക്കും. അപ്പോൾ ഈ ഒരു സമയത്താണ് അത് കായ്ക്കാനായിട്ടൊക്കെ തുടങ്ങുക കേട്ടോ. അപ്പോൾ അവരെ വീട്ടിൽ കായ്ച്ചപ്പോൾ നമുക്ക് തന്നാണിത്. അപ്പോൾ അത് വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു താളിപ്പ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ മത്തൻ നന്നായിട്ട് കഴുകിയെടുക്കണം കേട്ടോ. അതിനുശേഷം ഇതുപോലെ ഇങ്ങനെ മുറിച്ചെടുക്കുക. നല്ല പൊടിയുള്ള മത്തനാണ്. അപ്പോൾ അത് തൊലിയോട് കൂടിയിട്ടാണ് ഞാനിവിടെ കട്ടാക്കിയത്. ഇനി അതിലോട്ട് എരിവിനായിട്ട് കുറച്ചധികം കാന്താരി മുളക് ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിതെല്ലാം കൂടിയിട്ട് കുക്കറിലോട്ട് ഇട്ട് കൊടുത്ത് ആവശ്യത്തിനുള്ള കല്ലുപ്പും കൂടി ചേർത്ത് കൊടുക്കുക. കുറച്ച് കഞ്ഞിവെള്ളം കൂടി വെച്ച് കൊടുക്കുക കേട്ടോ. കഞ്ഞിവെള്ളമാണ് ഈ താളിപ്പിലോട്ടൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അത് നന്നായിട്ടൊരു വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക. ഇനി അതിലോട്ട് കടുക് പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുക. നല്ല വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ച് ഇതിലോട്ട് ഒഴിച്ച് കൊടുത്ത് മിക്സാക്കി കൊടുക്കുക. ഇനി നമുക്കിത് ചോറിൻ്റെ കൂടെ ചപ്പാത്തിൻ്റെ കൂടെ ഒക്കെ സെർവ് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെയൊക്കെയുള്ള റെസിപ്പി ചാനൽ ഫോളോ ചെയ്യണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ.